بسم الله الرحمن الرحيم. ولقد أوحينا إلى موسى أن أسر بعبادي فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم وأضل فرعون قومه وما هدى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1004 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 77 മുതൽ 79 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أوحينا إلى موسى أن أسر بعبادي واضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم وأضل فرعون قومه وما هدى. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 77 മുതൽ 79 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം ഈജിപ്തിന്റെ ആ ഘട്ടത്തിലെ ഭരണാധികാരിയായിരുന്ന ഫറോവയുമായി നടത്തിയ ആശയ സംവാദവും അതിനെ തുടർന്ന് മൂസ അലൈഹിസ്സലാം മുന്നോട്ട് വെച്ച ജീവിത ദർശനം അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനായിട്ട് അയക്കപ്പെട്ട ആളാണ് എന്ന കാര്യം അവകാശപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന് പിൻബലമായി അതിനുള്ള സാക്ഷ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഇത് മാറ്റിവെക്കാൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടായി വന്നതും അത് ആഭിചാരക്രിയയാണ് എന്ന ഫിറഔന്റെ ആരോപണം, അതിന്റെ അടിസ്ഥാനത്തില് നാട്ടിലെ അറിയപ്പെടുന്ന ആഭിചാരകരുമായുള്ള ഏറ്റുമുട്ടൽ, ഈ സംഭവങ്ങളൊക്കെ വിശദമായിട്ട് പുറത്ത് ത്വാഹയിൽ നമ്മൾ പിന്നിട്ട ഭാഗത്ത് വിവരിക്കപ്പെടുന്നത് കാണുകയുണ്ടായി. ഈ സംഭവ വികാസങ്ങളുടെയൊക്കെ ഏറ്റവും ഒടുക്കം ഉണ്ടാകുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അറിയപ്പെടുന്ന സാഹിറുകളായ ഫിറഔൻ അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ആളുകൾ. അവര് മൂസ അലൈഹിസ്സലാം പ്രദർശിപ്പിച്ച മുഅ്ജിസത്തുകളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പുറത്തെടുത്ത അവരുടെ ആഭിചാരക്രിയകൾ, അവ ജനങ്ങളെല്ലാവരും കണ്ടു നിൽക്കെ തന്നെ നിഷ്പ്രഭമായി പോയത് ആ ഒരു കാഴ്ച കണ്ട് അതിൽ വിസ്മയം പൂണ്ട് സത്യം എന്താണ് എന്നത് ഉടനെ തന്നെ ബോധ്യപ്പെടുകയും ചെയ്ത സാഹിറുകൾ വളരെ അപ്രതീക്ഷിതമായി അവരുടെ നിലപാടുകൾ വളരെ സത്യസന്ധമായി പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ കാണുകയുണ്ടായത്. ചരിത്രത്തിൽ വളരെ വിരളമായ സംഭവങ്ങളുടെ കൂട്ടത്തിൽ കാണാവുന്ന വിധത്തിൽ സാഹിറുകൾ അവർക്ക് ബോധ്യപ്പെട്ട സത്യം
ഉറക്കെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ഫറോവയുടെ ഭീഷണി, അതും തുല്യതയില്ലാത്ത വിധത്തിലുള്ള ക്രൂരതയുടെ, കൈകാലുകളെ കുറുകെ ഛേദിച്ചു കളഞ്ഞ് ഈത്തപ്പനത്തടിയുടെ മേൽ കുരിശുണ്ടാക്കി, അല്ലെങ്കിൽ ഈത്തപ്പനത്തടി കുരിശാക്കിക്കൊണ്ട് അവരെ കുരിശിലേറ്റിക്കളയും എന്ന ഭീഷണിയെ പോലും അവഗണിച്ചുകൊണ്ട് ഈ സാഹിറുകൾ അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. അവരതിന് പറയുന്ന ന്യായം, ഒരിക്കലും തന്നെ ഞങ്ങളിലേക്ക് ഇപ്പോ എത്തിക്കിട്ടിയിട്ടുള്ള ഈ ബയ്യിനാത്തുകളെ അവഗണിക്കാനും ഞങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ മാറ്റി നിർത്താനും ഒന്നും തന്നെ ഞങ്ങൾ സന്നദ്ധരല്ല. അവർക്ക് പകരമായി ഫിറോൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അയാളുടെ മേൽക്കോയ്മയെ അംഗീകരിച്ച് അയാൾക്ക് വഴിപ്പെട്ടുകൊണ്ട് നിലകൊള്ളാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് അവരുറക്കെ പ്രഖ്യാപിക്കുകയാണ്. നീ ഉദ്ദേശിക്കുന്നത് എന്ത് വേണമെങ്കിലും വിധിച്ചോളൂ, ഈ ഭൗതിക ലോകത്ത് മാത്രമേ കൂടിയാൽ നിനക്ക് വിധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സാഹിറുകൾ പറയുകയുണ്ടായത്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് സത്യവിശ്വാസത്തിന്റെ പാത പുൽകുന്നതിനുള്ള ന്യായമായിട്ട് അവര് വീണ്ടും പറയുന്നത്, ഞങ്ങളുടെ വീഴ്ചകളെയും പാപങ്ങളെയും ഞങ്ങളുടെ നാഥൻ ഞങ്ങൾക്ക് പുറത്തു തരും എന്ന പ്രതീക്ഷയോടെയും നീ ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് ഞങ്ങള് ചെയ്യാനിടയായിട്ടുള്ള ആഭിചാരക്രിയകളുടെ പേരിൽ ആ കുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങള് അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിക്കൊണ്ട് നിലകൊള്ളുന്നത് എന്നാണ് ഈ ആഭിചാരകന്മാര് പറയുന്നത്. അള്ളാഹുവിന്റെ പക്ഷമാണ് സത്യത്തിന്റെ പക്ഷം, അതാണ് സർവോത്കൃഷ്ടമായത്, എന്നെന്നും നിലനിൽക്കുന്നത് അതാണ് എന്നാണ് അവർ ധൈര്യപൂർവ്വം വിളിച്ചു പറയുകയുണ്ടായത്. ഈ കാര്യം അവർ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അള്ളാഹു കൂടുതലായിട്ട് വിവരിക്കുകയാണ് ഈ മരണാനന്തരം സത്യമാർഗം സ്വീകരിച്ച ആളുകൾ ഏറ്റുവാങ്ങാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചും സത്യനിഷേധത്തിന്റെ പാത തെരഞ്ഞെടുത്ത ആളുകൾ നേരിടാൻ പോകുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ചില സൂചനകൾ നൽകിക്കൊണ്ടുള്ള അള്ളാഹുവിന്റെ ചില വെളിപ്പെടുത്തലുകളാണ് നമുക്ക് തുടർന്ന് അവിടെ കാണാൻ സാധിച്ചത്. അതിനുശേഷം ഫിറോനുമായുള്ള ആശയ സംവാദത്തിന്റെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപക്ഷെ ഈ സാഹിറുകൾ ഫിറോൻ നടത്തിയ ഭീഷണി, ആ ഭീഷണി നടപ്പിലാക്കപ്പെടുകയുണ്ടായി, അവര് ഒരുപക്ഷെ കുരിശിൽ തറക്കപ്പെട്ടു എന്നൊക്കെ അനുമാനിക്കേണ്ടി വരും. നമ്മൾ വിശദാംശങ്ങളൊന്നും വിശുദ്ധ ഖുർആൻ നൽകുന്നില്ല. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, മൂസ അലൈഹിസ്സലാം പിന്നീട് ഈ ആശയ സംഘട്ടനത്തിന്റെയും മാറ്റുരക്കലിന്റെയും ഒക്കെ ശേഷം ഈജിപ്റ്റ് വിട്ടു പോകുന്നതിന്റെ മുമ്പായി കുറച്ചു കാലം, ദൈർഘ്യമുള്ള ഒരു കാലം തന്നെ ഈജിപ്തിൽ തുടർന്ന് ബനു ഇസ്രായേൽ സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ടും അവരെ സംസ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടും ഫറോവയുടെയും അവിടുത്തെ അധികാരം കൈയാളിക്കൊണ്ടിരുന്ന ഖിബ്തി വംശത്തിൽപ്പെട്ട ആളുകളുടെയും ഒക്കെ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരുന്ന ബനു ഇസ്രായേൽ സമൂഹത്തെ
അവരിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നതിന്റെയുമായ ഒരു കാലമാണ് മൂസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം തുടർന്നുള്ളത്. ഈ സാഹിറുകൾക്ക് എന്താണ് സംഭവിച്ചത് പിന്നീട് എന്നത് ഖുർആനിൽ ഫിറഔൻ നടത്തിയ ഈ ഭീഷണി നടപ്പിലാക്കപ്പെട്ടു കാണും എന്ന് അനുമാനിക്കുക മാത്രമാണ് നമുക്ക് സാധ്യമായൊരു കാര്യം. കാരണം അതിനെക്കുറിച്ച് പിന്നീട് ഖുർആൻ പരാമർശങ്ങൾ നടത്തുന്നില്ല. ഫിറഔൻ അധികാരത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ബനു ഇസ്രായേൽ സമൂഹത്തിന് നേരെ അയാൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ആ പീഡനമുറകൾ തുടർന്നും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ചില വിശദാംശങ്ങൾ വേറെ ചില സൂറത്തുകളിലായിട്ട് ഈ കാലയളവിൽ ഉണ്ടായ കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു നൽകുന്നത് കാണാം. ഇവിടെ സൂറത്ത് തോഹയില് ഇതിന്റെ തുടർന്നുണ്ടായ സംഭവങ്ങളെ ആ വിശദാംശങ്ങളൊക്കെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. സൂറത്തുൽ അഹ്റാഫിലും യൂനുസിലും അതുപോലെ മുഅ്മിനൂൻ, സുഹ്റുഫ് തുടങ്ങിയ സൂറത്തുകളിലൊക്കെ ചില വിശദാംശങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് ഇത് സംബന്ധമായി. എന്നാൽ വലിയ വിശദാംശങ്ങളൊന്നും നൽകപ്പെടുന്നുമില്ല. വളരെ ആഖിബത്ത് ഉണ്ടാക്കാൻ, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ശ്രദ്ധേയമായ സംഭവങ്ങള് ആ ഘട്ടത്തില് എടുത്തു പറയാവുന്നതായിട്ട് ഏറെയൊന്നും ഉണ്ടായി കാണുകയില്ല. ബനു ഇസ്രായേൽ സമൂഹം കൂടുതൽ കൂടുതൽ അരക്ഷിതത്വത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ടാവണം. മൂസ അലൈഹിസ്സലാം വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മുഴുവൻ ജനങ്ങളെയും ക്ഷണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങള്, അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കാണുന്നു. എന്നായാലും അതിനെ തുടർന്നുള്ള ഒരു ഘട്ടത്തില് അള്ളാഹു മൂസ അലൈഹിസ്സലാമിന് ഒരു നിർദ്ദേശം നൽകിയ കാര്യമാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ വിവരിക്കപ്പെടുന്നത്. ഈ ആഭിചാരകന്മാര് വിശ്വാസം പ്രഖ്യാപിക്കുകയും അവര് മൂസ അലൈഹിസ്സലാമിന്റെ പക്ഷം ചേരുകയും എന്നിട്ട് വളരെ നിസ്തുലമായ ചില ധീരോദാത്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ വിശ്വാസദാർഢ്യത പ്രകടിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങളൊന്നും ബൈബിളിലോ തൽമൂദിലോ വിവരിക്കുന്നില്ല. ഒരുപക്ഷെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഏറെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു എപ്പിസോഡ് ഈ സാഹിറുകള് സത്യമാർഗം സ്വീകരിച്ചതും അതിനെ തുടർന്ന് ഉണ്ടായ ഭീഷണമായ സാഹചര്യത്തെ അസാധാരണമായ സ്ഥൈര്യത്തോടു കൂടി അവര് നേരിട്ടതുമാണ് ആ സംഭവ കഥകളിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന്. പക്ഷെ അത് ബൈബിളിൽ നമുക്ക് അത് സംബന്ധമായ വിവരണങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, മൂസ അലൈഹിസ്ലാമിനെയും ഹാറൂൻ അലൈഹിസ്ലാമിനെയും ഒക്കെ പരാമർശിച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളും ധാരാളം അബദ്ധങ്ങൾ കയറിക്കൂടിയ വിധത്തിലാണ് ഇന്നത്തെ ബൈബിളിൽ ആ വിവരണങ്ങൾ നിലനിൽക്കുന്നത്. ഇവിടെയൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മൂസ അലൈഹി ഇസ്ലാമിന്റെ വടി, അത് ഒരു ഘട്ടത്തില് ഹാറൂൻ അലൈഹി ഇസ്ലാമിന് നൽകപ്പെടുകയും പിന്നീട് പലപ്പോഴായിട്ട് അത് കൊണ്ടു നടക്കുന്നത് ഹാറൂൻ അലൈഹി ഇസ്ലാമും മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ അപ്രീതി ചില കാര്യങ്ങളിൽ നേടുന്ന സാഹചര്യം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഹാറൂൻ അലൈഹി ഇസ്ലാമിന് പ്രാധാന്യമുള്ള ചുമതലകൾ നൽകപ്പെടുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ ബൈബിളിൽ സൂചിപ്പിക്കപ്പെടുന്ന കാണാം. തുടക്കത്തിൽ തന്നെ ഫിറോവിന്റെ അടുക്കലേക്ക് പോകാനുള്ള
അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ സ്വീകരിച്ച് നിർവഹിക്കാൻ മൂസ അലൈഹിസ്സലാം കൂട്ടാക്കാതിരുന്നു. അത് ഹാറൂനെ ഏൽപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നിട്ട് ആ പ്രയാസകരമായ ദൗത്യം ചെയ്യാൻ തനിക്ക് സാധ്യമല്ല എന്ന വിധത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഇത് കാരണമായി ആ ചുമതല ഹാറൂൻ അലൈഹിസ്സലാമിനെ മുഖ്യമായിട്ട് ഏൽപ്പിക്കുകയുണ്ടായി. പിന്നീട് ഇസ്രായേൽ സമൂഹത്തിലെ അവരുടെ മതപരമായ നേതൃത്വം കൈയാളുന്നതിന് അവരില് രംഗത്ത് വന്ന പുരോഹിതന്മാര് അല്ലെങ്കിൽ മത നേതാക്കന്മാര് അവരൊക്കെയും തന്നെ ഹാറൂൻ അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാരായ ആളുകളെ ആയിരുന്നു അതിനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഹാറൂൻ അലൈഹിസ്സലാമിന്റെ കുടുംബപരമായുള്ള പിന്മുറക്കാരെയാണ് പുരോഹിതന്മാരായിട്ട് അള്ളാഹു നിശ്ചയിച്ചത് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ ബൈബിളിൽ കാണാൻ കഴിയും. തീർത്തും അടിസ്ഥാനരഹിതമായ ഖുർആൻ വിവരിക്കുന്ന സത്യങ്ങളുമായിട്ട് സംഘർഷപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഇത് സംബന്ധമായിട്ട് ബൈബിള് നൽകുന്ന വിവരണത്തിൽ കാണാൻ പറ്റുന്നത്. പ്രവാചകന്മാരെ കുറിച്ച് പൊതുവെ ബൈബിളിൽ നടത്തുന്ന പല പരാമർശങ്ങളും യഥാർത്ഥത്തിൽ അവരർഹിക്കുന്ന ആദരവും അംഗീകാരവും ഒക്കെ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട വിധത്തിലുള്ള മതിപ്പും അംഗീകാരവും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ്. ലൂത്ത് അലൈഹിസ്ലാമിന്റെ കാര്യത്തിലും നൂഹ് അലൈഹിസ്ലാമിന്റെ കാര്യത്തിലൊക്കെ ഇത്തരം വഴിവിട്ട വിവരണങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മൂസ അലൈഹിസ്ലാമിന്റെ കാര്യത്തിലും അങ്ങനെയുള്ള ചില പരാമർശങ്ങൾ ഉണ്ട് എന്നതിന് പുറമെ സാഹിറുകള് കാഴ്ചവെച്ച ഏറ്റവും നിസ്തുലമായ ആ വിശ്വാസദാർഢ്യതയുടെ പ്രകടനം അല്ലെങ്കിൽ ധീരമായ പ്രഖ്യാപനം അതിനെക്കുറിച്ചൊന്നുള്ള സൂചനകൾ ബൈബിളിൽ ലഭിക്കുന്നുമില്ല എന്നതൊക്കെ നമുക്ക് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിനെ തുടർന്ന് അള്ളാഹു ബനു ഇസ്രായേൽ സമൂഹം നേരിട്ട കൂടുതൽ സങ്കീർണമായ ആ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന് നൽകുന്ന ഒരു നിർദ്ദേശമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. വലഖദ് ഔഹൈന ഇലാ മൂസ, തീർച്ചയായിട്ടും മൂസാക്ക് നാം ദിവ്യ വെളിപ്പാട് നൽകുകയുണ്ടായി. അസ്രി ബി ഇബാദി, എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രിക്ക് രാത്രി പുറപ്പെട്ടുകൊള്ളാനാണ് നാം അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയുണ്ടായത്. അള്ളാഹു ആ സംഭവം ഇവിടെ വിവരിക്കുകയാണ്. വലഖദ് ഔഹൈന ഇലാ മൂസ, നിശ്ചയമായിട്ടും മൂസാക്ക് നാം വഹി നൽകുകയുണ്ടായി, വെളിപ്പാട് നൽകുകയുണ്ടായി. വഹിയിൽ അടങ്ങിയിട്ടുള്ള നിർദ്ദേശം ഇതാണ്: അസ്രി ബി ഇബാദി, എന്റെ ദാസന്മാരുമായി എന്റെ അടിമകളുമായി രാത്രിക്ക് രാത്രി തന്നെ പുറപ്പെട്ടുകൊള്ളുക എന്നതാണ്. ഈ സൂചനയിൽ നിന്നും ഖുർആനിലെ വേറെ പരാമർശങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈജിപ്തിലെ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ അവസ്ഥ അങ്ങേയറ്റം പരിങ്ങലിലായി മാറിയപ്പോ അടുത്ത ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നപ്പോ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് ഒരു രാത്രി നിശ്ചയിച്ചു കൊടുത്തു. ബനു ഇസ്രായേൽ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് അതേപോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ചെവിക്കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണക്കാനായിട്ട് രംഗത്ത് വന്ന ആളുകളെയും എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെയും, മുഴുവൻ സത്യവിശ്വാസികളെയും ഒരുമിച്ച് കൂട്ടി ഒരു രാത്രി ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യുവാനാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് നൽകിയ നിർദ്ദേശം. അത് നടപ്പിലാക്കപ്പെടുന്ന രീതി പലയിടത്തായിട്ട് വിവരിക്കപ്പെടുന്നുണ്ട്. ഇതിലേക്ക് സൂചന നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. വലഖദ് ഔഹൈന ഇലാ മൂസ, മൂസാക്ക് നാം ദിവ്യ വെളിപ്പാട് നൽകുകയുണ്ടായി. അൻ അസ്രി ബി ഇബാദി,
അസ്രി എന്ന് പറഞ്ഞ രാത്രി യാത്ര പുറപ്പെട്ടുകൊള്ളുക എന്നാണ്. ഇതിന്റെ വേറെ രൂപമാണ് ഇസ്രാ എന്നത്, രാത്രി യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്തേക്ക് നിർവഹിച്ച ആ രാത്രികാലത്തെ യാത്രയെയാണ് ഇസ്രാ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരാമർശിക്കാറുള്ളത്. സൂറത്തുൽ ഇസ്രാ നമ്മൾ പഠനം പൂർത്തിയാക്കിയതാണ് ഇതിനകം. ആ ഭാഗത്ത് വിശദമായിട്ട് അത് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട നിർദ്ദേശം രാത്രി നേരത്ത് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത പ്രത്യേകമായ ആ രാത്രിയിൽ തന്റെ ദാസന്മാരെയും കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ട, അള്ളാഹുവിന്റെ മാർഗം സ്വീകരിക്കാൻ സന്നദ്ധരായ, സത്യമാർഗത്തില് നിലക്കൊള്ളാൻ സന്നദ്ധരായ തന്റെ അടിയാറുകളെയും കൂട്ടി പൊയ്ക്കൊള്ളുവാനാണ് മൂസ അലൈഹി ഇസ്ലാമിന് നൽകിയ നിർദ്ദേശം. എന്റെ ദാസന്മാരെ, എന്റെ അടിയാറുകളെ കൂട്ടിയിട്ട് രാത്രിക്ക് രാത്രി പുറപ്പെട്ടു കൊള്ളുക. ഇതാണ് ദിവ്യബോധനമായിട്ട് നൽകപ്പെട്ട കാര്യം. ബാക്കി അതിനെ തുടർന്ന് വേറെയും ചില നിർദ്ദേശങ്ങൾ നൽകപ്പെടുകയാണ്. ഫദ്രിബ് ലഹും ത്വരീഖൻ ഫിൽ ബഹരി യബസ. എന്നിട്ട് സമുദ്രത്തില് അവർക്കായിട്ട് ഉണങ്ങിയ ഒരു പാത നീ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. ഇതാണ് മറ്റൊരു നിർദ്ദേശം. രാത്രി തന്നെ, രാത്രി നേരം പുലരാൻ കാത്തു നിൽക്കാതെ, ഖിബ്തി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാതെ രാത്രിക്ക് രാത്രി ഈജിപ്തിൽ നിന്ന് പുറപ്പെടാനാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകള് അപ്പോഴേക്ക് ബനു ഇസ്രായേൽ സമൂഹത്തില് ഉണ്ടായിരുന്നു. വലിയൊരു സമൂഹമായിട്ട് ബനു ഇസ്രായേൽ സമൂഹം വളർന്നിട്ടുണ്ടായിരുന്നു എന്നതൊക്കെയാണ് ചരിത്രപരമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. വലിയൊരു സമൂഹമായിട്ട് അവർ മാറിയിട്ടുണ്ടായിരുന്നു. മൂസ അലൈഹി ഇസ്ലാം അവർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രഹസ്യമായി അവരെയൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുചേരാൻ വേണ്ടി അവർക്ക് നിർദ്ദേശം നൽകപ്പെടുകയാണ്. എന്നിട്ട് ആ സന്ദർഭത്തിൽ രാത്രി നേരത്ത് തന്നെ ഈജിപ്റ്റ് വിട്ട് പൊയ്ക്കൊള്ളുവാനാണ്, അവരെ നയിച്ചുകൊണ്ട് പോകുവാനാണ് മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെടുന്ന നിർദ്ദേശം. അപ്പോ പോകുന്നത് ഏത് വഴിക്കാണ് എന്നതാണ് ഇവിടെ തുടർന്നുള്ള ഈ വിവരണത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത്. സമുദ്രം മുറിച്ച് കടന്നുകൊണ്ട് വേണം അവർക്ക് അവരുടെ പ്രയാണം നടത്താൻ. ഈജിപ്തിൽ നിന്ന് ചെങ്കടലിന്റെയും മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെയും ഇടയിലുള്ള തീരത്തുകൂടെ പോവുകയാണെങ്കിൽ ആ പ്രദേശങ്ങൾ മുഴുവനും സൈനിക സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ പ്രദേശങ്ങളായിരുന്നു എന്നതാണ് വസ്തുത. ആ കാലഘട്ടത്തില് ഫറോവയുടെ സൈനികര് താവളം അടിച്ചിട്ടുണ്ടായിരുന്ന അതിർത്തി പ്രദേശങ്ങളായിരുന്നു. അതിലൂടെ വലിയൊരു സംഘം ബനു ഇസ്രായേൽ സമൂഹം കടന്നു പോകുക എന്നത് ഒരിക്കലും തന്നെ സുരക്ഷിതമാവുകയില്ല. ഫറോവയുടെ സൈന്യം അവരുമായി ഏറ്റുമുട്ടാൻ ഇടയുണ്ട്, അവരെ കൊന്നൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നതൊക്കെയാണ് നിലനിൽക്കുന്ന അവസ്ഥ. ബനു ഇസ്രായേൽ സമൂഹം ഈജിപ്തില് ഈ ഖിബ്തി വംശത്തിന് അടിമകളായിട്ട് അവർക്ക് അടിമവേല ചെയ്തുകൊണ്ട് അവിടെ അടിമത്തത്തിൽ തുടരണം എന്നതാണ് ഫിറോനും കൂട്ടരും എടുത്തിട്ടുള്ള തീരുമാനം. എന്നാൽ അവരെ എല്ലാ അർത്ഥത്തിലും വിമോചിതരാക്കി കൊണ്ടുപോകണം എന്നതാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരക്ഷിതമായ ഒരു വഴിയിലൂടെ പോവുക എന്നതാണ് അവരുടെ മുന്നിലുള്ള പോംവഴി. ഏത് ദിശയിൽ എങ്ങോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നതൊക്കെ മൂസ അലൈഹി ഇസ്ലാമിന് ദൈവികമായിട്ട് മാർഗദർശനം നൽകപ്പെട്ടിട്ടുമുണ്ട്. അപ്പോ ചെങ്കടൽ കടന്ന് സിനായി മരുഭൂമിയിലേക്ക് എത്തി അവിടുന്ന് പ്രയാണം തുടർന്ന് അവര് ഏതൊരു നാട്ടിൽ നിന്ന്, ഏതൊരു ഭൂപ്രദേശത്ത് നിന്നാണോ
ഈജിപ്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ആ നാട്ടിലേക്ക്, ആ ഫലസ്തീൻ പ്രദേശത്തേക്ക് തന്നെ തിരിച്ചു പോകാനാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ബനൂ ഇസ്രായേൽ സമൂഹം അന്നത്തെ മുസ്ലിങ്ങളാണ് അവർ. മൂസ അലൈഹി ഇസ്ലാം ദൈവിക ദൗത്യം നിർവഹിച്ച ആ ഘട്ടത്തില് അദ്ദേഹത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അവരോടൊപ്പം ചേർന്ന മുഴുവൻ തദ്ദേശീയരായ ആളുകളും അടങ്ങുന്നതാണ് ആ സമൂഹം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്ക് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ സാഹചര്യം വെച്ച് നോക്കിയാൽ ഇത് ഏകദേശം ഈ ചിത്രം വ്യക്തമാകും. 1400ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഉപഭൂഖണ്ഡത്തില് ഇസ്ലാമിന്റെ ശബ്ദം എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ കാലഘട്ടത്തില്, ഏകദേശം അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യത്തോട് അടുക്കുന്ന ഘട്ടത്തില് ഇന്ത്യയിൽ ഇസ്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടേക്ക് കച്ചവടക്കാരായിട്ടും പ്രബോധകരായിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന ആളുകള് എണ്ണിക്കണക്കാക്കാവുന്ന കുറച്ച് ആളുകളാണ്. എന്നാൽ അവരുടെ പ്രബോധനത്തിന് ചെവിക്കൊടുത്തുകൊണ്ട് അവരോടൊപ്പം ചേർന്ന തദ്ദേശീയരായ ധാരാളം ആളുകൾ ഈ പാതയിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരുമാണ് മുസ്ലിങ്ങളായിട്ട് ഇവിടെ അറിയപ്പെടുന്നത്. അറേബ്യയിൽ നിന്ന് വന്ന പ്രബോധകരും അവരിവിടുന്ന് പലരെയും കല്യാണം കഴിച്ച് അവർക്കുണ്ടായ മക്കളും, അതുപോലെ അവരുടെ പ്രബോധന ദൗത്യത്തിൽ ആകൃഷ്ടരായി സത്യമാർഗത്തിലേക്ക് കടന്നു വന്ന, നൂറ്റാണ്ടുകളിലൂടെ തന്നെ ഇസ്ലാമിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളും എല്ലാവരെയും ഒരുമിച്ചാണ് നമ്മൾ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പരാമർശിക്കാറുള്ളത്. സമാനമായ രീതിയിൽ തന്നെ ആവണം മൂസ അലൈഹി ഇസ്ലാമിനെ പിൻപറ്റിയ ഈജിപ്തിലെ ആളുകളുടെ ആ വംശവർദ്ധനവ് ഒക്കെ ഉണ്ടായി വന്ന അവസ്ഥയിൽ വലിയൊരു സമൂഹമായിട്ട് അവർ മാറിയപ്പോ അവർ മുഴുവനായിട്ടും ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ പെട്ടവരാകാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയുള്ള കുടുംബപരമായ ഒരു പക്ഷപാതിത്വം കാണിക്കുന്ന ഒരു ശൈലി ഇസ്ലാമിക പ്രബോധനത്തിന് ഒരു പ്രവാചകന്റെയും കാലത്തുണ്ടായിട്ടില്ല. ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചകനായിട്ട് അവരിലേക്ക് നിയോഗിക്കപ്പെട്ടവനാണ് മൂസ അലൈഹി ഇസ്ലാം എങ്കിലും അദ്ദേഹത്തെ പിൻപറ്റാൻ സന്നദ്ധരായ മുഴുവൻ ആളുകളെയും അദ്ദേഹം തന്റെ കൂടെ കൂട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യത്തിന്റെ മുഖ്യമായ ലക്ഷ്യമായിട്ട് തന്നെ നിശ്ചയിക്കപ്പെടുകയുണ്ടായത് അവിടുത്തെ ഭരണം കൈയാളിയിരുന്ന, ഏറ്റവും സ്വേച്ഛാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന ഫിറോൻ തന്നെയായിരുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഇവരൊക്കെ അടങ്ങുന്ന ഒരു സമൂഹം, ആ സമൂഹമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹം. അവരെ ഒന്നാകെ തന്റെ കൂടെ കൂട്ടിയിട്ട് രാത്രിക്ക് രാത്രി അവിടുന്ന് പുറപ്പെട്ടു പോകണം എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട നിർദ്ദേശം. അപ്പോ സ്വാഭാവികമായിട്ടും ചെങ്കടലിന്റെയും മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെയും ഇടക്കുള്ള കടൽ തീരത്തുകൂടെ നീങ്ങുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ്, ഭീഷണി നിറഞ്ഞതുമാണ്. മറിച്ച് ചെങ്കടൽ കടന്ന് സിനായി മരുഭൂമിയിൽ എത്തുക എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒരു വഴി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അവര് ആ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ചെങ്കടലിന്റെ തീരത്തെത്തും. അവിടെ വഴിമുട്ടുകയും ചെയ്യും. മുന്നോട്ട് പോകാൻ കഴിയാതെ അവര് അവിടെ തടസ്സപ്പെട്ട് നിൽക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോ ആ ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നതാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് ഇവിടെ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഫദ്രിബ് ലഹും ത്വരീഖൻ ഫിൽ ബഹരി യബസ, അവർക്കായിട്ട് സമുദ്രത്തില് ഒരു ഉണങ്ങി വരണ്ട ഒരു പാത ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിടെ നൽകുന്ന
നിർദ്ദേശം. ഫദരിബ് ലഹും, അവർക്കായിട്ട് നിർമ്മിച്ചു കൊടുക്കണം. ലറബ എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നാണ് അതിന്റെ റൂട്ട് മീനിങ്. പക്ഷെ എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെയല്ല. ഇവിടെ തന്നെ വേറെ ചിലയിടങ്ങളിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുക എന്നത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ അടി ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു നടപടിയാണ്. അത് കാരണമായിട്ട് സമുദ്രത്തില് ഒരു വളരെ ഡ്രൈ ആയ ഒരു വഴി സമുദ്രത്തിന് നടുക്ക് രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെ ഒരു വഴി അവർക്ക് കടന്നു പോകാനായി സുരക്ഷിതമായ ഒരു പാത ഒരുക്കി കൊടുക്കണം എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഫദരിബ് ലഹും ത്വരീഖൻ ഫിൽ ബഹരി യബസ. യബസ് എന്ന് പറഞ്ഞ യാബിസ് എന്നൊക്കെ ഉള്ള വാക്ക് ഖുർആനിൽ പലയിടത്തും ഉപയോഗിച്ച് കാണും. ഉണങ്ങിയത്, ഡ്രൈ ആയത്, അല്ലെങ്കിൽ ഒരു നനവോ ഈർപ്പമോ ഒന്നും ഇല്ലാത്ത എന്നൊക്കെയാണ് അതിന്റെ സൂചന. അപ്പൊ സമുദ്രത്തിന്റെ മധ്യത്തിലൂടെ അവർക്ക് കടന്നു പോകാൻ മൂസ അലൈഹി ഇസ്ലാം തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വടി സമുദ്രത്തിൽ അടിച്ചുകൊണ്ട് അവിടെ അതിനെ തുടർന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള വഴി ഏത് വിധത്തിലുള്ളതായിരുന്നു എന്നതാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പലരും അത് ഒരു വേലിയേറ്റം കാരണം വേലിയിറക്കം കാരണം ഉണ്ടായ ഒരു മാറ്റമാണ്, അവർക്ക് സമുദ്രത്തിന്റെ മധ്യത്തിലൂടെ നടന്നു പോകാൻ പറ്റുന്ന വിധത്തില് വെള്ളം വഴി മാറിക്കൊടുത്തു എന്നൊക്കെയുള്ള നിലക്കാണ് അതിനെ വിവരിക്കാറുള്ളത്. അത് ഒരു സ്വാഭാവികമായ പ്രതിഭാസം എന്നുള്ള നിലക്ക്, വേലിയേറ്റം വേലിയിറക്കം പോലെയുള്ള സംഗതികൾ. പക്ഷെ വിശുദ്ധ ഖുർആന്റെ വിവരണത്തില് അങ്ങനെയുള്ള ഒരു സ്വാഭാവികമായ ഒരു സംഭവമല്ല. ബൈബിളിൽ വിവരിക്കപ്പെടുന്നത് വടക്കൻ കാറ്റ് രാവുടനീളം അടിച്ചു വീശുകയും എന്നിട്ട് സമുദ്രത്തിലെ വെള്ളത്തിന് രണ്ട് ഭാഗത്തേക്കായിട്ട് അങ്ങനെ വകഞ്ഞു മാറ്റുകയും ചെയ്തു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല. കൃത്യമായിട്ട് ദൈവികമായ ഒരു നടപടിയായിട്ട്, ഒരു മൊയ്ജിസത്തായിട്ട് കടല് പിളർക്കപ്പെട്ടതായിട്ടാണ് ഖുർആൻ വിവരിക്കുന്നത്. രണ്ട് പർവ്വതങ്ങളെ പോലെ പർവ്വത സമാനമായ വിധത്തിൽ സമുദ്രം രണ്ട് ഭാഗത്തേക്കായി വഴിമാറി. എന്നിട്ട് അതിനിടയില് ഉറച്ച പ്രതലമുള്ള വളരെ ഉണങ്ങിയ ഒരു പാത രൂപപ്പെട്ടു വന്നു എന്നാണ് ഖുർആന്റെ വിവരണത്തിൽ നിന്ന് വെളിപ്പെടുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനോട് സമുദ്രത്തില് തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അടിക്കുവാൻ ആണ് അള്ളാഹു നിർദ്ദേശിച്ചത്. അതൊരു നിമിത്തം മാത്രമാണ്. അള്ളാഹുവിന്റെ ഒരു നടപടിക്രമം നിലവിൽ വരുന്നതിന് വേണ്ടിയുള്ള കേവലമായ ഒരു നിമിത്തം മാത്രം. അതിനെ തുടർന്ന് സമുദ്രം രണ്ട് പിളർപ്പായി വിശാലമായ ഒരു വഴി ഈ രണ്ട് പിളർപ്പുകൾക്കിടയിൽ രൂപപ്പെട്ടു വന്ന് രണ്ട് ഭാഗങ്ങളിലേക്കായി മാറി നിൽക്കുന്ന വലിയ പർവ്വതങ്ങളെ പോലെ സമുദ്രജലം വേറിട്ട് മാറി നിന്നു എന്നതാണ് ഖുർആൻ നൽകുന്ന സൂചന. വേറെ ആയത്തുകളിൽ ഇത് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. മറ്റിടത്ത് സൂറത്ത് ശുഅറയില് അള്ളാഹു നൽകുന്ന വിവരണം എങ്ങനെയാണ്? ബഹർ, നിന്റെ വടി കൊണ്ട് സമുദ്രത്തെ നീ അടിക്കുക. സമുദ്രം പിളർപ്പായി മാറി. ആ രണ്ട് പിളർപ്പും വലിയ പർവ്വതം പോലെയായിട്ട് ഉയർന്നു നിൽക്കുന്ന രൂപത്തിലായി എന്നതാണ് അവിടെ വിവരിക്കപ്പെടുന്ന കാര്യം. അപ്പോ ഇതൊരിക്കലും തന്നെ സ്വാഭാവികമായ പ്രകൃതി പ്രതിഭാസത്തിന്റെ ഫലമായ ഒരു കാര്യമല്ല എന്നത് വളരെ വ്യക്തമാണ്. എന്നിട്ട് അള്ളാഹു നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തില് തുടർന്ന് നൽകുന്ന നിർദ്ദേശം, ബനൂ ഇസ്രായേൽ സമൂഹത്തിന് മൂസ അലൈഹി സ്വലാമിനോട് ഒപ്പം ചേരാൻ സന്നദ്ധരായ അള്ളാഹുവിന്റെ ദാസന്മാരെയുമായിട്ട് രാത്രി നേരത്ത് തന്നെ പുറപ്പെട്ടുകൊള്ളാനാണ്. അങ്ങനെ അവര് ചെങ്കടൽ തീരത്തെത്തി. അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം മൂസ അലൈഹി സ്വലാം അവർക്ക് സമുദ്രത്തിലൂടെ കടന്നു പോകാൻ, മറുകരയിലേക്ക് പോകാൻ, സിനായ് മരുഭൂമിയുടെ
ഭാഗത്തേക്ക് എത്താൻ വേണ്ട വിധത്തില് ഒരു വഴിയൊരുക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശപ്രകാരം ചെങ്കടലില് തന്റെ കയ്യിലുള്ള വടി കൊണ്ട് അടിക്കുകയാണ്. അവിടെ ഒരു ഉണങ്ങി വരണ്ട ഡ്രൈ ആയ ഒരു വഴി രൂപപ്പെട്ടു വരുന്ന ഒരു കാഴ്ചയാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. ആ ഘട്ടത്തിൽ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത് ലാ തഖാഫു ദറക്ക, പിടികൂടപ്പെടും എന്ന് നിങ്ങൾ ഭയപ്പെടരുത്. അവരുടെ തൊട്ടു പുറകെയായി ഫിറോവിന്റെ സൈന്യം എത്തിയിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാമും സംഘവും ഈജിപ്റ്റ് വിട്ടു പോകാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞ കാര്യം എങ്ങനെയോ അറിയാനിടയായി ഫിറോവിനും സംഘവും അവരെ ചേസ് ചെയ്തുകൊണ്ട് കടൽ തീരത്തെത്തുകയാണ്. അപ്പോ അവര് നിങ്ങളെ പിടികൂടും എന്ന പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. ഉണങ്ങി വരണ്ട ആ പാതയിലൂടെ നിങ്ങൾ സമുദ്രം മുറിച്ചു കിടക്കുക. വലാ തഖ്ശ, നിങ്ങൾക്ക് വേറെ ഭയപ്പാടും ആവശ്യമില്ല. രണ്ട് പേടിയാണ് അവിടെ സാധ്യതയുള്ളത്. ഒന്നിവിടെ സൂചിപ്പിക്കപ്പെട്ട വിധത്തില് ദറക്കാണ്, പിടികൂടപ്പെടുക എന്ന ഒരു പേടിയാണ്, അത് വേണ്ട. ഇനി നിങ്ങൾ സമുദ്രത്തിന്റെ മധ്യത്തിൽ എത്തിയാൽ ആ ഘട്ടത്തില് സമുദ്രത്തിന്റെ ഇരുഭാഗങ്ങളും അങ്ങ് ഒന്നായി ചേർന്ന് നിങ്ങൾ അങ്ങ് മുങ്ങി മരിച്ചു പോകും എന്ന പേടിയൊന്നും അതും വേണ്ട. അപ്പൊ രണ്ട് ഭീതിയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ലാ തഖാഫു ദറക്കം വലാ തഖ്ശ, പിടികൂടപ്പെടും എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട. വേറെ സമുദ്രം മുറിച്ച് കടക്കുമ്പോ നിങ്ങൾ സമുദ്രത്തിൽ മുങ്ങിപ്പോകും എന്ന ഒരു പേടിയും വേണ്ട എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തില് വലാ തഖ്ശ എന്നൊരു പ്രയോഗവും ഇവിടെ കാണാം. ഇത് വലാ തഖ്ശ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്നുള്ള അർത്ഥം തന്നെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. പക്ഷെ ആദ്യം പറഞ്ഞ് ലാ തഖാഫു ദറക്ക എന്ന് പറഞ്ഞ പ്രയോഗത്തില് പിടികൂടപ്പെടുന്നതിനെ കുറിച്ചാണ് ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ പിടികൂടപ്പെടുക എന്നതല്ലാത്ത വേറെ എന്തോ ഒരു പേടിയാണ് രണ്ടാമത് പറഞ്ഞ വലാ തഖ്ശ എന്ന വാക്കുകള് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാനായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം, അവര് സമുദ്രമധ്യത്തിലൂടെയാണല്ലോ നടന്നു വരുന്നത്. അക്കരെ എത്തുന്നതിന് മുമ്പ് തന്നെ സമുദ്രത്തിന്റെ ആ ഇരുഭാഗങ്ങളും വേർപെട്ട് നിൽക്കുന്ന ഇരുഭാഗങ്ങളും ഒന്നായി ചേർന്ന് അവര് സമുദ്രത്തിൽ മുങ്ങിപ്പോകുമോ എന്നൊരു പേടിയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ ഇടയുള്ളത്. അത്ബഅഹും ഫിറഔനു ബിജുനൂദിഹി, അങ്ങനെ ഫിറഔൻ അയാളുടെ സേനകളുമായിട്ട് വലിയ സൈന്യവുമായിട്ട് ഇവരെ പിന്തുടർന്നെത്തി. അവിടെ ഉണ്ടായ സംഭവം അള്ളാഹു വിവരിക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാമും സംഘവും സമുദ്രത്തിലൂടെ മുറിച്ചു കടക്കുന്ന ആ ഘട്ടത്തില് അവര് കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്ക് തീരത്ത് അവരെ പിന്തുടർന്നുകൊണ്ട് ഫിറോനും അയാളുടെ വലിയ സൈന്യവും എത്തിച്ചേർന്നു. സ്വാഭാവികമായിട്ടും മൂസ അലൈഹി ഇസ്ലാമും അനുയായികളും സമുദ്രം മുറിച്ചു കടക്കാൻ ആ വരണ്ടുണങ്ങിയ പാതയിലൂടെ അവര് നടന്നു മുന്നോട്ട് നീങ്ങിയപ്പോ അവരെ പിടികൂടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഫിറോനും ഫിറോവിന്റെ സൈന്യവും പുറകിലായിട്ട് എത്തിച്ചേർന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഫഗശിയഹും മിനൽ യമ്മി മാ ഗശിയഹും. അപ്പോ സംഭവിച്ച എന്താണ് എന്നാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. അവരെ ഒന്നാകെ മൂടിക്കളഞ്ഞു. എന്താണോ അവരെ മൂടിക്കളഞ്ഞത് അത് അവരെ പൂർണ്ണമായിട്ടും മൂടിക്കളഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാമും സംഘവും ചെങ്കടലിന്റെ മറുകരയിൽ എത്തിയപ്പോഴേക്കും ഫറോവയും കൂട്ടരും ചെങ്കടലിന്റെ മധ്യത്തിലാണ് എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. ആ അവസ്ഥയില് അവരെ പൂർണ്ണമായിട്ടും അത് മൂടിക്കളഞ്ഞു. തിരമാലകള് രണ്ട് ഭാഗത്തു നിന്നുമായിട്ട് കടലിന്റെ മാറി നിൽക്കുന്ന രണ്ട് ഭാഗങ്ങള് വന്ന് ഒന്നായി ചേരുകയും അവരവിടെ പൂർണ്ണമായിട്ട് മുങ്ങിപ്പോവുകയും ചെയ്തു എന്നാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ഗശിയഹും, ഗശിയ എന്ന് പറഞ്ഞാൽ മൂടി, ഓവർവെൽം ചെയ്തു എന്നൊക്കെയാണ് അതിന്റെ സൂചന. മാ ഗശിയഹും, എന്തൊന്നാണോ അവരെ മൂടിക്കളഞ്ഞത് അത് അവരെ മൂടിക്കളഞ്ഞു.
സ്വാഭാവികമായിട്ടും അത് വേറെ വിശദാംശങ്ങളും ഖുർആനിൽ വേറെ വിവരണത്തിലും വരുന്നുണ്ട്. എന്തായാലും സമുദ്രത്തിന്റെ ആ രണ്ട് പിളർപ്പുകൾ ഒന്നായി ചേർന്ന് ഫിറൗനും സംഘവും അതിലകപ്പെട്ടു പോയി. അതില് ആ തിരമാലകളില് മൂടി പൊതിഞ്ഞ അവസ്ഥയിലായിപ്പോയി. വഅളല്ല ഫിറഔനു ഖൗമഹു വമാ ഹദ. അതിനെക്കുറിച്ച് അള്ളാഹു ഒരു നിരീക്ഷണം നടത്തുകയാണ്. ഫിറഔൻ അയാളുടെ സമൂഹത്തെ വഴികേടിലാക്കി കളഞ്ഞു, തെറ്റായ വഴിക്ക് നയിച്ചു. അവരെ ഒരിക്കലും തന്നെ ശരിയായ നിലക്ക് അയാൾ നയിക്കുകയുണ്ടായില്ല എന്നാണ് അള്ളാഹു നിരീക്ഷിക്കുന്നത്. ഫിറോവിന്റെ കൂടെ അയാളുടെ പ്രതാപവും ശക്തിയും കരുത്തും അയാളുടെ സൈനിക ബലവും ഒക്കെ കണ്ടുകൊണ്ട്, അയാളുടെ അധികാരത്തിന്റെ ആ ഗാംഭീര്യവും ഗരിമയും ഒക്കെ കണ്ടുകൊണ്ട് അയാളോടൊപ്പം ചേർന്ന ആളുകളാണല്ലോ ഈ സൈനികരും അതുപോലെ ഈജിപ്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും. പക്ഷെ അവരെ ഒന്നും ശരിയായ ദിശയിലേക്കല്ല ഫിറോൻ നയിക്കുകയുണ്ടായത്. സർവ വിനാശത്തിലേക്കാണ് അവരെ ഫിറോൻ നയിക്കുകയുണ്ടായത്. ഫഅത്ബഅഹും ഫിറൗനു ബിജുനൂദിഹി ഫഗശിയഹും മിനൽ യമ്മി മാ ഗശിയഹും. ഫിറൗനും കൂട്ടരും മൂസ അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും പിന്തുടർന്ന് സമുദ്രത്തിന്റെ മധ്യത്തിലെത്തി. സമുദ്രം അവരെ മൂടിപ്പൊതിയുന്ന അവസ്ഥയിലേക്കായി. എന്നിട്ട് അള്ളാഹു പറയുന്ന വഅളല്ല ഫിറഔനു, ഫിറഔൻ വഴി പിഴപ്പിച്ച് കളഞ്ഞു, ഖൗമഹു അദ്ദേഹത്തിന്റെ ജനതയെ, വമാ ഹദ അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുത്തതുമില്ല. ശരിയായ വഴി കാണിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, വലിയ നാശത്തിന്റെ വഴിയിലേക്ക് അവരെ ഫിറഔൻ കൊണ്ടുപോയി കളഞ്ഞു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഫിറഔൻ അവരെ പിഴച്ച വഴിയിലേക്ക് നയിച്ചു, അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുത്തതുമില്ല എന്ന വിവരണം ഈ സൂറത്തിന്റെ അവതരണത്തിന് പശ്ചാത്തലമായ മക്കയിലെ സാഹചര്യങ്ങളിലേക്കും ചില സൂചനകൾ നൽകുന്നുണ്ട്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആദ്യകാല മുസ്ലിങ്ങളും നേരിട്ടുകൊണ്ടിരുന്ന ഒരു കടുത്ത സാഹചര്യമുണ്ട്. അവരിൽ പലരും എത്യോപ്യയിലേക്ക് പലായനം ചെയ്യാൻ വരെ നിർബന്ധിക്കപ്പെട്ട സകല വിധത്തിലുള്ള പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതിനൊക്കെ സത്യവിശ്വാസികളെ നിർബന്ധിതരാക്കിയത് മക്കയിലെ ചില പ്രമാണിമാരാണ്. ഖുറൈശി ഗോത്രത്തിലെ തന്നെ നേതാക്കന്മാരായ ചില ആളുകളാണ് അവരെ വളരെ പ്രയാസകരമായ ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോ ഖുറൈശി സമൂഹത്തിലെ സാധാരണ മനുഷ്യരിൽ ഭൂരിഭാഗവും ഈ പ്രമാണിമാരോടൊപ്പം നിൽക്കുകയാണ്. കാരണം അവരാണ് നാട്ടിലെ അധികാരവും ശക്തിയും സ്വാധീനമൊക്കെ ഉള്ള ആളുകൾ. ഇവിടെ വിവരിക്കപ്പെടുന്ന കഥയില് ഫിറോവിനോടൊപ്പമാണ് ഈജിപ്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും നിലകൊള്ളുന്നത് എന്ന് കാണാൻ കഴിയും. അതേപോലെ മക്കയിലെ പ്രമാണിമാരുടെ കൂടെയാണ് കൂടുതൽ ആളുകളും നിലകൊള്ളുന്നത്. നമ്മുടെ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഒന്ന് കണ്ണോടിച്ചാലും ഇതുപോലെ ഒരു ചിത്രം കാണാൻ കഴിയും. അധികാരവും കരുത്തും സ്വാധീനവും ഒക്കെ ഉള്ള സംഘം ആരാണോ അവരുടെ കൂടെ ആളുകൾ അങ്ങനെ വന്നുകൂടുന്ന ഒരു കാഴ്ച. മറ്റു പാർട്ടികളൊക്കെ കൈയൊഴിഞ്ഞ് രാജിവെച്ച് അവര് അവസരം നോക്കി ഈ അധികാരത്തിനോടൊപ്പം വന്നു ചേരാനുള്ള ഒരു പ്രവണത വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. സത്യമല്ല, ബോധ്യങ്ങളല്ല, ശരിയായ കാര്യങ്ങളല്ല, നീതിയല്ല, നന്മയല്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. പകൽ വെളിച്ചം പോലെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. സത്യത്തിന് വേണ്ടിയൊന്നുമല്ല ഈ ആളുകൾ മറുകണ്ഠം ചാടുന്നത് എന്നുള്ളത്. പക്ഷെ ആളുകൾ എങ്ങനെ മറുകണ്ഠം ചാടിക്കൊണ്ടിരിക്കുകയാണ്. വല്ല എച്ചിൽ കഷ്ണോ എല്ലും കഷ്ണോ ഒക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഈ രാഷ്ട്രീയ കഴുകന്മാര് മറുകണ്ഠം ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമാനമായ ഒരു കാഴ്ച മക്കയിൽ അന്ന് ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രമാണിമാര് അവരുടെ കരുത്തും രാഷ്ട്രീയ സ്വാധീനവും അധികാരവും സമ്പത്തും ഒക്കെ കാണിച്ചുകൊണ്ട് അത് കാരണമായിട്ടുള്ള അവരുടെ വലിയ സ്വാധീനം, ആ സ്വാധീന ബലത്തില് അവരോടൊപ്പം നിൽക്കുകയാണ് മക്കയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ. ഇത് യഥാർത്ഥത്തിൽ മക്കയിലെ പ്രമാണിമാര് ആ സാധാരണ ജനങ്ങളെ
ലലാലത്തിലേക്ക് തള്ളിവിടുകയാണ്, അവരെ തെറ്റായ വഴിയിലൂടെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കാതിരിക്കുകയാണ് എന്നതാണ് കൃത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് തന്നെയാണ് ഫിറോവിന്റെ കാര്യത്തില് ഫിറോവിനും കൂട്ടരും ഈജിപ്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ ചെയ്യുകയുണ്ടായത് എന്നതും വ്യക്തമാണ്. ഈ ഒരു കാര്യമാണ് അള്ളാഹുവിടെ ഊന്നി പറയുന്നത്. ഫിറോവൻ തന്റെ ജനതയെ തെറ്റായ വഴിയിലേക്കാണ് നയിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ശരിയായ വഴി അയാളിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവിടെ സമുദ്രത്തിന്റെ നടുക്കെത്തി തിരമാലകൾ അങ്ങ് ഒന്നായി ചേർന്നപ്പോ അതിലും ആ സമുദ്രത്തിൽ അകപ്പെട്ട് മുങ്ങി മരിച്ചുപോയ ആളുകളില് കൂടുതൽ പേരും ഫിറോവിന്റെ കൂടെ ചേർന്നിട്ടുള്ള സാധാരണക്കാരായ കോപ്റ്റിക് വംശജരൊക്കെ ആയിട്ടുള്ള ഈജിപ്തുകാരാണ്. അവര് അതിന്റെ മുന്നണി പോരാളികളൊന്നുമല്ല, അവരുടെ നേതാക്കന്മാരൊന്നുമല്ല അധിക പേരും. സാധാരണ ജനങ്ങളാണ്. സൈന്യത്തിലൊക്കെ ചെന്ന് ചേർന്നിട്ടുണ്ടായിരുന്ന ആളുകളും അവരെ പിന്തുണച്ചുകൊണ്ട് കൊട്ടും കൊരവയും ഒക്കെ ആയിട്ട് അവരെ പിന്തുടർന്നു വന്നിട്ടുള്ള ആളുകളൊക്കെയാണ് അവിടെ സമുദ്രത്തിൽ മുങ്ങി മരിക്കുന്നത്. ഇതുപോലെ ഒരു വലിയ ദുരന്തം മക്കയിലെ ഈ പ്രമാണിമാരോടൊപ്പം നിലകൊള്ളുന്ന ആളുകൾക്കും വരാനിരിക്കുന്നു എന്നൊരു താക്കീതും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വിവരണം തുടർന്നുള്ള ആയത്തുകളിൽ കൂടുതൽ വിശദാംശങ്ങളോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ തുടർ ദിവസങ്ങളിൽ സൂക്ഷ്മമായി പഠിക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.